അരനൂറ്റാണ്ടായി ഗുരുവായൂരപ്പന്റെ മണ്ണിൽ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഇത് പള്ളിയിലേക്കും ചർച്ചിലേക്കും അതുപോലെ തന്നെ അമ്പലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല, നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അവിടെ MLA ആകുന്നതാണ് മെയിൻ പരിപാടി എന്നുള്ള പള്ളി പരിപാലനവും അതുപോലെ ക്ഷേത്ര പരിപാലനവുമല്ല. ആ നാട്ടിലെ എല്ലാവരും, എല്ലാ ജനങ്ങളും, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഹിന്ദു ആകട്ടെ, മതമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ് MLA പണി. അല്ല അവിടുത്തെ പള്ളിയുടെ പുരോഗമനവും അവിടുത്തെ ദേവാലയത്തിന്റെ മറ്റ് ആരാധനാലയത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല MLA. ഈ സൈസ് വർഗീയത പറഞ്ഞു 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 പറഞ്ഞ് എങ്ങോട്ടായി പോകുന്നത്, എങ്ങോട്ടായി കയറുന്നത്? അയ്യോ, എന്തൊരു നല്ല മനുഷ്യൻ! വർഗീയതയില്ലാത്ത മതേതരവാദിയായ ഒരു തങ്കപ്പെട്ട മനുഷ്യനെ കണ്ടോ? നല്ല പരിശുദ്ധനായ മനുഷ്യൻ, വെള്ളക്കുപ്പായവും വെള്ളത്തോപ്പിയും, എന്തൊരു നല്ല വർത്തമാനം! ഇങ്ങനെ ഇയാൾ മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ ഹിന്ദു വർഗീയവാദികൾക്കെതിരെ അവരെ ആക്ഷേപിച്ചും പരിഹസിച്ചും ഇങ്ങനെ കമൻ്റ് ഇട്ട് റീച്ചുണ്ടാക്കി സുഖിച്ചു വാഴുന്ന ഒരുപാട് കപട ഭീകര മുസ്ലിങ്ങൾ ഈ കേരളത്തിലുണ്ട്. ഇവരുടെ ലക്ഷ്യം എന്താണെന്നും ഇവരെങ്ങനെയാണെന്നും ഇവരുടെ പൊയ്മുഖം അഴിച്ചിട്ട് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അതിന് ഇവരോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എൻ്റെ പരിശുദ്ധന്മാരായ നല്ല മതേതരവാദികളായ നല്ല മനുഷ്യരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു 75 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന നിങ്ങളുടെ വലിയൊരു ഉസ്താദിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ മഹാത്മാഗാന്ധിജിയും നെഹ്റുവും പട്ടേലും അബ്ദുൽ കലാം മൗലാന ആസാദും അതുപോലെ സുഭാഷ് ചന്ദ്രബോസും ഡോക്ടർ അംബേദ്കറും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അതിനുവേണ്ടി മുദ്രാവാക്യം വിളിച്ചും സമരം നടത്തിയും സത്യാഗ്രഹം നടത്തിയുമൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുമ്പോൾ വക്കീൽ പണി ചെയ്ത് അക്കാലത്ത് തന്നെ ലക്ഷങ്ങൾ സമ്പാദിച്ച് എല്ലാ മുന്തിയ ഹോട്ടലുകളിലും പോയി ബിയറും മദ്യവും കഴിച്ച് സുഖിച്ച് രസിച്ച് നടന്ന നിങ്ങളുടെ ഒരു തമ്പുരാനുണ്ടായിരുന്നു. പേരറിയുമോ? മുഹമ്മദ് അലി ജിന്ന. ജിന്നയുടെ സ്വഭാവം ഞാൻ പറഞ്ഞത് മനസ്സിലായി. വ്യഭിചരിച്ചും തിന്നും കുടിച്ചും ഹോട്ടലുകളിലും സുഖിച്ചും നടന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകൻ, മുസ്ലിം ലീഗിൻ്റെ തലപ്പൊക്കമുള്ള നേതാവ്. അദ്ദേഹം ചെയ്തതെന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് ഗാന്ധിജി കാല് പിടിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം തരാം, ഈ രാജ്യം വെട്ടിമുറിക്കരുത്, എൻ്റെ ശരീരത്തെ വെട്ടിമുറിക്കുന്നത് പോലെയാണെന്ന്. കേട്ടില്ല? അദ്ദേഹം വെട്ടിമുറിച്ചു കൊണ്ടുപോയി. അതിൻ്റെ ഫലം അറിയുമോ? ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ സഹോദരങ്ങൾ ഈ മണ്ണിൽ വെട്ടേറ്റും കുത്തേറ്റും പിടഞ്ഞു മരിച്ചു. എത്രയോ ലക്ഷം സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത് കൊന്നൊടുക്കിയെന്നറിയോ? നിരവധി കൊലപാതകങ്ങളും കൊള്ളയും ബലാത്സംഗവും പിടിച്ചു പറയും കൊണ്ട് ഈ രാജ്യം ഏതാണ്ട് 4 മാസക്കാലത്തോളം ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ആ ചരിത്രം ഈ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അറമാദിച്ച് ഞങ്ങൾ പരിശുദ്ധരാണെന്ന് വരുത്തി തീർക്കുന്ന എല്ലാ ഉസ്താദുമാരും എല്ലാ മുസ്ലിം ഭീകരന്മാരും ഒന്നോർത്ത് വെച്ചോണം ആ കഥ. അതിൽ നിന്ന് വ്യത്യസ്തമാണോ നിങ്ങളൊക്കെ? ഇതൊക്കെ ജനത്തെ പൊട്ടുകളിപ്പിക്കാനല്ലേ? ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുക, രാഷ്ട്രീയക്കാരെ പോലെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് കുരുതി കഴിക്കാനല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അതിന് ഞാൻ നിങ്ങളോടൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഒരു 10 25 വർഷം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറയ്ക്കുന്നത്, പെണ്ണുങ്ങളെല്ലാം ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ പുരുഷന്മാരെയും കല്യാണം കഴിക്ക്, അവിടെ പോയി തൊപ്പിയിട്ട് ജീവിച്ചാൽ മതി, ഞങ്ങൾ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്നവരാണ്, ഞങ്ങളുടെ ധാരാളം പണമുണ്ട്, ഇല്ല ഞങ്ങൾ ബിസിനസ്സുകാരാണ്, അതിന് നാക്കൊണ്ട് ഞങ്ങൾ ഭയങ്കര പണക്കാരാണെന്നൊക്കെ വരുത്തിക്കൂട്ടി എല്ലാവരെയും ആകർഷിച്ച് പെണ്ണുങ്ങൾ, അതായത് നിങ്ങളുടെ ഇങ്ങനെ മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത വിധം ഇവിടെ എത്ര വേണമെങ്കിലും പ്രസവിച്ചു കൂട്ടാം. അങ്ങനെ പ്രസവിച്ച് കൂട്ടി ജനങ്ങളെ പെരുപ്പിച്ചെടുത്ത് അവസാനം 10 25 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ പറയുക, നമ്മുടെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം തുടങ്ങിയ ഏരിയകളിൽ ഞങ്ങൾ ഒത്തിരി ആളുകളുണ്ട്, ഭൂരിപക്ഷം ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംസ്ഥാനം അനുവദിച്ച് തരണമെന്നോ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അനുവദിച്ച് തരണമെന്നോ നിങ്ങളുടെ സംഘടനകളുണ്ട്, രാഷ്ട്രീയ സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗും SDP പോലുള്ള ഏതെങ്കിലും ഒരു സംഘടന, ഏതെങ്കിലും ഒരുത്തൻ ഒന്നാവശ്യപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നീ എല്ലാം കൂടെ അങ്ങ് ഒന്നിച്ചു കൂടി ഈ കേരളം തന്നെ വിഭജിക്കില്ലേ?
നിങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെയൊക്കെ ലക്ഷ്യം ഈ പൊട്ടന്മാരെ ജനങ്ങൾക്കറിയില്ലെന്നേ ഉള്ളൂ. ഹിന്ദു രാഷ്ട്രീയ വർഗീയവാദികളെപ്പോലെ തന്നെ അവർക്ക് ഇന്ത്യ മാത്രമേ ഹിന്ദുത്വമാക്കണമെന്നുള്ളൂ. നിങ്ങൾക്ക് ലോകം മുഴുവൻ മുസ്ലിം വൽക്കരിക്കണം, ഇസ്ലാം വൽക്കരിക്കണം, മുഴുവൻ പിടിച്ചടക്കണമെന്നും പറഞ്ഞ് അതിനെ ഇപ്പോൾ ഏത് സമയം കൊല്ലാനും തിന്നാനും റെഡിയായി നടക്കുന്ന ഭീകരന്മാരുടെ സംഘടനയും സംഘവും അല്ലേ നിങ്ങൾ? എന്തിനാ സഹോദര ഇങ്ങനെ ജനങ്ങളെ കളിപ്പിച്ച് ഇവരെ കൊല്ലാനായി കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഇറച്ചിക്കടയിലേക്ക് ആട്ടിൻകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആട്ടിടയന്മാരെ പോലെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെയൊക്കെ പോലെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്ന കാപാലികന്മാരെ ജനത്തിന് തിരിച്ചറിയാൻ കഴിവില്ലാഞ്ഞിട്ടല്ലേ നീയൊക്കെ ഈ റീച്ചും പണവും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്? പാവങ്ങളെ ഉപദ്രവിക്കാതെ വിട്ടുപിടിക്ക്. ഈ വർഗീയതയെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ മനസ്സിലാകുന്നവരുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ ഇനിയും കിടന്ന് ഇങ്ങനെ കാണിക്കരുത്. നിങ്ങളുടെ മുസ്ലിങ്ങളിൽ തന്നെ നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കുക, മാനുഷിക ചിന്താഗതിയുള്ള പ്രാകൃതത്വമില്ലാത്ത അപരിഷ്കൃതമില്ലാത്ത എത്ര പേര് ഈ കേരളത്തിൽ ചൂണ്ടിക്കാണിച്ചു തരാമോ? ഈ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലുള്ള നിരവധി പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തെ വെട്ടിമുറിച്ച മുഹമ്മദ് അലി ജിന്നമാരുടെ അനന്തരാവകാശികളും അനന്തര തലമുറകളുമാണ് നിങ്ങളുടേത്. വഞ്ചനയും ചതിയും അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഈ ജനങ്ങളെ അത് പഹൽഗാമിൽ കണ്ടില്ലേ, തുണി പൊക്കി നോക്കി ശുന്നത്തുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കിയാൽ വെടിവെച്ചു പോകുന്ന ഭീകരന്മാരുടെ സംഘടനയും ഭീകരന്മാരുമാണ് ഇവിടെ വന്ന് ഉറഞ്ഞുള്ളത്. ഞങ്ങളങ്ങ് പരിശുദ്ധരാണ്, നിങ്ങൾ മോശക്കാരാണ്. രണ്ടും കണക്കാ. ഈ ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും നിങ്ങളും നിങ്ങളുടെ മതവും എല്ലാ മതങ്ങളും ഇവിടെ നശിച്ചെങ്കിൽ മാത്രമേ മാനുഷികതയും മതേതരത്വവും ജനാധിപത്യവും ഈ രാജ്യത്ത് നടപ്പാക്കാൻ പറ്റൂ എന്ന് ഞാൻ അസന്നിഗ്ധമായി പറയുകയാണ്. എല്ലാ ജനങ്ങളും അത് മനസ്സിലാക്കി ഈ ഭീകരന്മാരെ, ഈ മുസ്ലിം ഭീകരന്മാരുടെ ഇത്തരം കോപ്രായങ്ങൾ കണ്ട് നമ്മുടെ സമയം കളയാതെ, നമ്മുടെ മനസ്സ് സൂക്ഷിക്കാതെ, ഇവനെയൊക്കെ വളർത്താതെ കാലം കഴിച്ചു പോയാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഇവനൊക്കെ ഈ കേരളത്തിൽ വളർന്നു വന്ന് ഇവിടെ വർഗീയത ഉണ്ടാക്കി നമ്മുടെയൊക്കെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ വരുന്നവരാണ്. കേട്ടിട്ടില്ലേ, ഒരു കുഞ്ഞിനെ പോലും തോളയിലെടുത്ത് വെച്ചുകൊണ്ട് അരിയും മലരും കാത്തു വെച്ചോടാ, വരുന്നുണ്ടടാ, നിൻ്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ടടാ എന്ന് മറുവശം കൂടെ മുദ്രാവാക്യം വിളിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ കയറി വെട്ടിക്കൊന്ന് നശിപ്പിച്ച് ഇവരൊക്കെ ഇസ്ലാം മതം സ്ഥാപിച്ച് വളർത്തിയെടുക്കാൻ വരുന്ന അപരിഷ്കൃതരും പ്രാകൃതരുമായ കാട്ടാള വർഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനങ്ങൾ ഇവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.